ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗുവേ ചാനൽ. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ, ഷെയർ ചെയ്തോ. ജയിലർ 2ൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ജയിലർ 2 ഒരു ആക്ഷൻ കോമഡി ഫിലിമാണ്. തമിഴിൽ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നെൽസൺ ദിലീപ് കുമാറാണ്. സൺ പിക്ചേഴ്സിൻ്റെ ബാനറിൽ കലാനിധി മാരനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ വിജയ് കാർത്തിക് കണ്ണനാണ്. പുള്ളി തന്നെയാണ് ജയിലറും സിനിമാറ്റോഗ്രഫി ചെയ്ത ഡാക്കു മഹാരാജും സിനിമാറ്റോഗ്രഫി ചെയ്തത് വിജയ് കാർത്തിക് കണ്ണനാണ്. ഇതിൻ്റെ എഡിറ്റ് ചെയ്യുന്നത് നിർമ്മലാണ്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് നിർവഹിക്കുന്നത് റോക്ക് സ്റ്റാർ അനിരുദ്ധ് രവിചന്ദറാണ്. ഒരു ഹുക്കും പാട്ട് വെച്ച് എന്തുമാത്രം മോളമാണ് അനിരുദ്ധ് ഉണ്ടാക്കിയതെന്നും സ്റ്റിൽ ഇപ്പോഴും ഗൂസ് ബംസ് ആണ്. ആ ഒരു പാട്ട് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തീം മ്യൂസിക് കൊണ്ടാണ് സിനിമ ഓടിയെന്ന് വരെയുള്ള ഒരു സംസാരം വരെ വന്നിട്ടുണ്ടെങ്കിൽ ആ തീം മ്യൂസിക്കിൻ്റെ റേഞ്ച് എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. പ്രധാന വേഷങ്ങളിലായിട്ട് ആര് വരുന്നത് നിങ്ങൾ നന്നായിട്ട് അറിയാം. രജനീകാന്ത്, കൂടെ രമ്യ കൃഷ്ണൻ, മിർന, യോഗി ബാബു, ഇപ്പം SJ സൂര്യയും കാസ്റ്റിലുണ്ടെന്ന് പറയുന്നു. സുരാജ് വെഞ്ഞാറമ്മൂട് ഉണ്ടെന്ന് പറയുന്നു. ആൻഡ് ഷൈൻ ടോം ചാക്കോ ഉണ്ടെന്ന് അറിയുന്നു. ഇപ്പോഴും ഫുള്ളായിട്ട് കാസ്റ്റ് വന്നിട്ടില്ല. ഇനിയും ഒരുപാട് ആൾക്കാർ, അതും മലയാളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയുന്നു. ഈവൻ കേരളത്തിൽ ഷൂട്ടിംഗ് ഒരുപാടുണ്ടെന്ന് അറിയുന്നു. ഇതെല്ലാത്തിനും ഉപരി ശിവരാജ് കുമാറിൻ്റെ ക്യാമിയോ ഈ സിനിമയിലും ഉണ്ടാവും. ആൻഡ് കൂടാതെ തന്നെ നന്ദമൂരി ബാലയ്യയുടെ ക്യാമിയോ ആൻഡ് മിഥുൻ ചക്രവർത്തി എന്നൊരു ഹിന്ദി ബംഗാളി ഫിലിംസിലൊക്കെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനും കൂടെ ഉണ്ടെന്നാണ് നമ്മൾ റിപ്പോർട്ട് വരുന്നത്. ബട്ട് ഞാൻ എന്തിനായിരിക്കും ഇവിടെ വന്നത് മെയിലായിട്ട്? മറ്റാരുമല്ല, നമ്മളെ നടൻ അവിസ്മയം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ സാക്ഷാൽ ലാലേട്ടൻ തിരിച്ചെത്തുകയാണ് ജയിലർ 2-ൽ. മാത്യു ഈസ് ഓൺ ദ വേ ഗൈസ്. അപ്പോൾ ഡിസംബർ 1st വീക്കിൽ, അതായത് ഈ തിങ്കളാഴ്ച ഡിസംബർ 1st വീക്കിലൂടെ ജയിലർ 2 സെറ്റിലേക്ക് ലാലേട്ടൻ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. ലാലേട്ടൻ്റെ ആ ഒരു പെർഫോമൻസ്, ആ ഒരു 10-20 മിനിറ്റ് വന്നിട്ട് പുള്ളിക്കാരൻ ലാലേട്ടൻ കാണിച്ചിട്ട് പോയ ആ ഗൂസ് ബംസ്, അനിയുടെ മ്യൂസിക്സ്, ആ ഒരു നടത്തം, പിന്നെ ഉണ്ണികൃഷ്ണൻ ആ വ്ളോഗ് ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ഇത് ഒരു ഗിമ്മിക്കാട്ടാണ് എനിക്ക് തോന്നിയത്. ആ 3 ലോറി പൊങ്ങി നിൽക്കുന്ന ആ ഒരു സാധനം ഹൈവേയിൽ എന്തുമാത്രം മാസം എന്നറിയാം. ലാലേട്ടൻ്റെ ആ ഓറ എന്ന് പറയുന്നത് ഒരു തനി ഓറ തന്നെയാണ്. സോ ഡിസംബർ 1st വീക്കിൽ ജയിലർ 2-ലെ ഷൂട്ടിംഗിലായിട്ട് ലാലേട്ടൻ എത്തുന്നുണ്ട്. ലാലേട്ടൻ്റെ മാത്യു എത്തുന്നുണ്ട്. മാത്യു എന്ന് പറയുന്ന ഒരു പാബ്ലോ എസ്കോബാർ വൈബാണ്. ആ ഒരു ഡ്രസ്സിങ്ങും, ആ ഒരു താടിയും, ആ ഒരു കണ്ണാടി, ആ ഒരു കോസ്റ്റ്യൂം, അതിൻ്റെ ഒത്ത ആ കിടില മ്യൂസിക്കും, എന്തു പറയുക, അനിരുദ്ധിൻ്റെ ആ വേറെ ലെവൽ പണ്ണലാണ് അനിരുദ്ധ്. ആ ഒരു മാത്യു തീം, ആ സെറ്റിംഗ് സത്യം പറഞ്ഞില്ല, അമ്മാരി സെറ്റിംഗ് ഒക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ലാലേട്ടൻ തിരിച്ചു വരുന്നു. ഒന്നുകൂടെ ഈ സിനിമയിൽ വീണ്ടും ഒരു ഇമ്പാക്റ്റ് എന്തായാലും ലാലേട്ടൻ ഉണ്ടാക്കും. ലാലേട്ടൻ ഒരു കിട്ടില്ല റോൾ തന്നെയായിരിക്കും വീണ്ടും ഈ സിനിമയിൽ. ഭയങ്കര എക്സൈറ്റഡ് ആണ് വീണ്ടും നെൽസൺ എങ്ങനെയാണ് സിനിമ കൊണ്ടുപോകുന്നതെന്ന്. ഈ സിനിമയിൽ എനിക്ക് എടുത്തു പറയാനുള്ള അനിരുദ്ധ്, ജയിലർ 1-ൻ്റെ ജയിലറിൻ്റെ എന്താ പറയുക, താങ്ങി പിടിച്ചതിൻ്റെ ഏറ്റവും വലിയ പിൻഗാമി എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ്. ഒറ്റ പാട്ട് കൊണ്ട് ഒരു പടത്തിനെ താങ്ങാൻ പറ്റുമോ? ഐക്യാൻ എന്നാണ് അനിരുദ്ധ് കാണിച്ചു തന്നത്. ആ ഒരു ഹുക്കും ആ മ്യൂസിക് ഇട്ട് ജയിലറിൽ ഗൂസ് ബംസ് സെക്കൻഡ് ചുമ്മാ ഒരു പടം മുഴുവൻ ആ മ്യൂസിക് എടുത്തിട്ട് ഗൂസ് ബംസ് അമ്മാര് സീൻസുകളാണ് അനിരുദ്ധ് തന്നത്. ആ മ്യൂസിക്കുകളൊക്കെ ഒരു രക്ഷയില്ല. ഇനി നെൽസണിലേക്ക് വരുമ്പോഴോ, നെൽസൻ്റെ എക്സിക്യൂഷനാണ് ഇവിടെ ഇപ്പോൾ കൂലിയായിട്ട് കമ്പയർ ചെയ്തത്. നെൽസൺ എങ്ങനെയാണ് ജയിലറിൽ രജനിയെ എക്സിക്യൂട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഗൂസ് ബംസ് അടിക്കും. ആ ഇൻട്രോയിൽ സീന്, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് മതി നീയൊക്കെ എണീക്കണേ, ഈ എന്നിട്ട് ആ കണ്ണാടി വെച്ച്, പിന്നെ ആ ട്രാൻസ്ഫോർമേഷൻ സീൻ, അപ്പം അനിയുടെ ഒരു കത്തിക്കൽ, എല്ലാം കൂടി അത് മൊത്തത്തിൽ ഓറയാണ്. രജനി ഒന്നും ചെയ്തില്ല, അവിടെ ഇരുന്ന് മാസ് കാണിക്കുകയാണ്. അപ്പോൾ സോ രജനി എങ്ങനെ കാണിച്ചു നെൽസൺ എന്നൊരു ആ ഒരു കമ്പാരിസൺ ലോകേഷ് കൂലിയിൽ രജനി എങ്ങനെ കാണിച്ചു എന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകേഷിന് ഒരുപാട് ട്രോളുകളും കിട്ടിയിട്ടുണ്ട്. കൂലിയിൽ എങ്ങനെയാണ് കാണിച്ച് കണ്ടുപഠിക്കുകയും രജനി എങ്ങനെയാണ് നെൽസൺ കാണിച്ചതെന്നൊക്കെ കണ്ടുപടി എന്നുള്ള ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലോകേഷിന്.
ഇനി സിനിമയിൽ വരുമ്പം ശിവാണ്ണയുടെ ക്യാമിയോ ഒന്നും പറയണ്ട, അമ്മാതിരി ഫാൻ ബേസ്. പുള്ളിക്കാരൻ അപ്പോഴാണ് കുറേ പേരൊക്കെ തമിഴ്നാട്ടിലൊക്കെ അറിഞ്ഞു തുടങ്ങിയത് തന്നെ. അമ്മാതിരി ഫാൻ ബേസാണ്. ആ ഒരു ടിഷ്യൂ നീക്കി വെച്ച് ശിവാണ്ണൻ വന്ന് കത്തിച്ചെന്ന് ഞാൻ കണ്ട് ലിറ്ററലി ഗൂസ് ബംസ് ആയിരുന്നു. കൈ ഇങ്ങനെ പൊങ്ങിപ്പോയി. സത്യം അമ്മാതിരി സീൻസുകളാണ് ആ ക്ലൈമാക്സിലൊക്കെ വരുന്നത്. ഇനി ലാലേട്ടൻ വരുന്നു. ലാലേട്ടനാണെങ്കിൽ ഈ ലാലേട്ടൻ ആ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുന്ന സീന്, ഗിമ്മിക്ക് സീനും, സിഗരറ്റ് വലിച്ചിരിക്കുന്നത്, ആ ഡ്രസ്സിങ് എല്ലാം വേറെ ലെവൽ സാധനം. മൊത്തത്തിൽ അത് ജയിലറിന്റെ ഒരു എന്താ പറയുക ബോക്സ് ഓഫീസും അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസ് പോസിറ്റീവ് റിവ്യൂവിനും കഴിഞ്ഞിട്ടാണ് സൺ പിക്ചേഴ്സ് കലാനിധി മാരൻ രജനിക്കും അനിരുദ്ധിനും നെൽസനും ഒക്കെ ആയിട്ട് കാർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഒരു എന്താ പറയുക ഈ ലാഭവിഹിതം കിട്ടുമ്പം സിനിമയിലുള്ളവർക്കും എന്തെങ്കിലും കൊടുക്കണമെന്നൊരു ട്രെൻഡ് വന്നു തുടങ്ങിയത്. അങ്ങനെ ആ കാറുകളൊക്കെ കൊടുത്തു. പിന്നെ അനിരുദ്ധിനും കൊടുക്കണം. അനിരുദ്ധിനാണ് കൊടുക്കേണ്ടത്. അമ്മാര് ആ ഒരു പാട്ട് വെച്ചല്ലേ സിനിമ ഓടിച്ചത്. ലാലേട്ടൻ എത്തുന്നുണ്ട്. ലാലേട്ടന് കിട്ടില്ല റോളായിരിക്കും. മാത്യു ആ ജയിലറിൽ ശ്രദ്ധിച്ച ഓറ എന്ന് പറയുന്നത് അൺബിലീവബിൾ സാധനമാണ്. ആ ഒരു കുറച്ച് മിനിറ്റിൽ എന്ത് സ്വാഗ്, എന്തോ സിഗരറ്റും വലിച്ചിങ്ങനെ നിൽക്കണതും ആ ഒരു തീ മ്യൂസിക്കും ലാലേട്ടൻ തീർച്ചയായിട്ടും കത്തിക്കും, അതിലൊരു സംശയമില്ല. താണ്ടവാടും ലാലേട്ടൻ. കാരണം അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് ഓറാണ്, സ്വാഗാണ് ലാലേട്ടന്, വിസ്മയാണ് ലാലേട്ടൻ. എന്തായാലും തീർച്ചയായിട്ടും ഞാനല്ലേ ഷൂട്ടിങ്ങിന് വരുന്നു, ഷൂട്ടിങ് ചെയ്യണം, പടം ഇറങ്ങും, പടത്തിൽ എന്തായാലും കത്തിക്കും. ഇൻഫാക്ട് ലാലേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു മേൽക്കോയ്മയും കാരണമാണ് കേരളത്തിൽ ഇത്രയും കൂടുതൽ ഹിറ്റ് ജയിലറിന് കിട്ടിയെന്ന് വേണം പറയാൻ. കാരണം ലാലേട്ടനും കൂടെ അതിലൊരു റോൾ ചെയ്തു. അതൊരു റോൾ പെർഫെക്റ്റ് റോളായിരുന്നു. അത് പോസിറ്റീവ് റിവ്യൂസ് വന്നു, അതെല്ലാവർക്കും താല്പര്യമായി. ഈവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും താല്പര്യമൊക്കെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഒരു 50 കോടി ജയിലറിന് കേരളത്തിൽ നിന്ന് തന്നെ കളക്ഷൻ കിട്ടിയത്. അങ്ങനെ നല്ലൊരു പോസിറ്റീവ് ഒക്കെ വന്നതിൻ്റെ മേൽക്കോയ്മ ലാലേട്ടൻ തന്നെയായിരുന്നു കേരളത്തിൽ കൂടെ ചെയ്തത്. ആൻഡ് പുറത്തും നല്ല പോസിറ്റീവ് റിവ്യൂസും ആയിരുന്നു. ആൻഡ് ഈ സിനിമയിൽ ബാലയ്യ ഒക്കെ ഉണ്ടെന്ന് പറയും. നെൽസൺ ആയതുകൊണ്ട് ബാലയ്യക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. ആൻഡ് ശിവാണ്ണ എല്ലാം ഇതിൽ വരും. എല്ലാവരെയും ഒത്തിച്ച് വെച്ച് കത്തിക്കലല്ല. അനിരുദ്ധ ഹുക്കും റീലോടെ ഒന്നൊരു തീ മ്യൂസിക് ഇറക്കിയിട്ടുണ്ട്. അത് അനിരുദ്ധ് നോക്കിക്കോളും. വേറെ ഒന്നും നമ്മളൊന്നും ചെയ്തു കൊടുക്കണ്ട, അനിരുദ്ധ് നോക്കിക്കോളും. പിന്നെ പ്രൊഡക്ഷൻ അത് സൺ പിക്ചേഴ്സ് വേറെ ലെവലായി. നെൽസൺ ജയിലർ 2 എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ജയിലറിനേക്കാളും നല്ലതായിരിക്കുമോ? ജയിലറിനേക്കാളും കാസ്റ്റിംഗ് വൈസും അല്ലെങ്കിൽ എക്സിക്യൂഷനും നല്ലതായിരിക്കുമോ? ജയിലറിൽ തൃപ്തിപ്പെടുത്തിയ പോലെ ജയിലറിൽ 2 തൃപ്തിപ്പെടുത്താൻ പറ്റും. ജയിലറിൻ്റെ ഒരു സീക്വലായിട്ടാണ് ജയിലർ 2 വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം മാത്യു എന്താണ് ചെയ്യാൻ പോകുന്നത്. മിക്കവാറും ലാലേട്ടൻ തരിപ്പണമാക്കും. സത്യം ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് മാത്യു ലാലേട്ടൻ്റെ ആ ഒരു സീന് വേണ്ടിയിട്ട്. ലാലേട്ടൻ വരുമ്പോൾ ആ ഒരു പവർ ലാലേട്ടൻ വരുമ്പോൾ വരും. ആൻഡ് എക്സ്പെക്ട് ചെയ്യുന്ന റിലീസ് 2026 ജൂണിലാണ് ജയിലർ 2 റിലീസ്. മിക്കവാറും ആ സമയങ്ങളിൽ വേറെ റിലീസൊന്നും വരാനും ചാൻസ് ഇല്ല, ബിഗ് ബഡ് ആയതുകൊണ്ട്. വേറെ പ്രത്യേകിച്ചുള്ള റിലീസുകളും വലിയ സിനിമകളും ഇല്ല. അതിനു മുമ്പേ ഉള്ള സിനിമകളൊക്കെ ഇറങ്ങി തീർന്നോളും. ആൻഡ് ജനുവരി 9 ജനനായകനുണ്ട്. ജനുവരി 9 തന്നെയാണ് രാജാസാബ് പ്രഭാസിന്റെ സിനിമ. പിന്നെ ജനുവരി 14 പരാശക്തി ഉണ്ട്. പിന്നെ കറുപ്പ് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും പറയണ സമയത്തിന് ഇറക്കിയാൽ മതിയായിരുന്നു സൂര്യയുടെ കറുപ്പ്. ബട്ട് ലാലേട്ടൻ്റെ മാത്യു കത്തിക്കും, അത് ഉറപ്പാണ്.